ഇത് ബ്രൗൺ കളർ ആവണ വരെ ഇളക്കണം. അത് ഞാൻ എക്സ്പെർട്ടാ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫാമിലി. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അച്ഛനും അമ്മയ്ക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് കറി ഉണ്ടാക്കി കൊടുക്കാനാണ്. നമ്മളാണ് ഉണ്ടാക്കുന്നത്. അമ്മയാണ് ഇന്നത്തെ വീഡിയോഗ്രാഫർ. അപ്പൊ നമുക്കിന്ന് മുട്ട പുഴുങ്ങി വെച്ചിരിക്കുകയാണ് ഗായ്സ്. പിന്നെ പപ്പടം വേണം അതിന് കൊടുക്കുക. മുട്ടയും പപ്പടം കൂടെ ഉള്ള ഉലർത്ത്, അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഇന്ന് സിദ്ധുവും പാറവും കൂടെയാണ് കുക്ക് ചെയ്യാൻ പോണത്. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് പട്ടിണിയാവോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പത്തിന്റെ കൂടെയും ചപ്പാത്തിന്റെ കൂടെയും ചോറിന്റെ കൂടെയും നമ്മളിന്ന് ഉച്ചത്തേക്കാണ് ഇടുന്നത്. അതെ, ഉച്ചത്തേക്കുള്ള ഫുഡാണ്. 6 മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നമുക്ക് അങ്ങോട്ട് പോവാം. 6 മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അത് പോരാഞ്ഞിട്ട് നമ്മളിതാ പറഞ്ഞേ രണ്ട് പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് സിദ്ധുവിന്റെ അടുപ്പ്, ഇത് പാറിന്റെ അടുപ്പ്, പാറിന്റെ സാധനങ്ങള്. ഇത് അറിയാം. അമ്മ പറയണം, പറയണം. ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പപ്പടം, പിന്നെ മഞ്ഞപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ്. മുട്ടയും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കുന്നതായിരിക്കും. ചട്ടിയും കൂടെ ഉണ്ട്. അപ്പൊ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. മുട്ടയും കൂടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെക്കാം അല്ലേ? ഇന്ന് ഞങ്ങള് പട്ടിണിയാവോ ഗ്യാസ് കിട്ടി വാങ്ങിച്ചു. അപ്പൊ ഇവിടെ നിന്നായിരിക്കും ഇത്രയും ദിവസം അടുപ്പത്തായിരുന്നു, കഷ്ടപ്പാടായിരുന്നു. ഇപ്പൊ ഒന്ന് ഗ്യാസ് കിട്ടിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഒരു പിടിയില്ല. പട്ടിണിയാവോ ഇല്ലയോ എന്നുള്ളതൊന്നും ഒരു പിടിയില്ല ഗൈസ്. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് ഗ്യാസ് പാറിന് കത്തിക്കാൻ അറിഞ്ഞിടാത്തത് കൊണ്ട് ആയില്ലേ മുട്ട അവിടെ അടുത്ത് വരുന്ന വേവാത്തത് കൊണ്ട് നമ്മൾ നേരെ ഗ്യാസിലോട്ട് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഗ്യാസിൽ ഇത് കുറവാണോ? അത് എടുത്തില്ല. നാളെ ഈ 2 ചാക്കിന്റെ കാര്യം പറഞ്ഞു കൊടുക്കട്ടെ. ഈ 2 ചാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് ഭയങ്കര മഴ ആയതുകൊണ്ട് ഒരെണ്ണത്തില് പാഞ്ഞിലും വെച്ചിട്ടുണ്ട്, ഒരെണ്ണത്തിൽ വെച്ചിട്ടുണ്ട്. ബുദ്ധിപരമായ നീക്കം. ഇത് ഇപ്പുറത്തിരിക്കുന്നതാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് വരുമല്ലോ എടുക്കാൻ. അപ്പൊ അതിന് വേണ്ടിട്ട് കളറാണ്. ഓ അതാ സവി 2 വന്നോ? 2 എടുക്കും. ഒന്ന് പറഞ്ഞു ഇതിന് എന്തിനാണെന്ന് അറിയത്തില്ല. പട്ടിണിയാണോ അതോ നല്ല അടിക്കുന്ന വെക്കാൻ പോയപ്പോ അണഞ്ഞു പോയത്. ഒരാണ്ടാവും തവി എടുത്തുണ്ട്. പപ്പടം വെച്ചിട്ട് നമുക്ക് ഒഴിച്ചോ, ഞാൻ പറയാം. മതി കൊണ്ടുവയ്ക്കട്ടെ. അല്ല ഇനി വേണോ അല്ലേ? ഇനി കുറച്ച് വെച്ചാ മതിയേ. എങ്ങനെയുണ്ട്? ഇൻട്രസ്റ്റ് ആണ്. ഇത് സക്സസ് ആയ നന്നായിരിക്കും. സന്തോഷമാവും. കുത്തണ സാധനം ഇവിടെ ഇതെല്ലാം തപ്പി പിടിച്ചെടുക്കണം. കുക്ക് ചെയ്യണവർ അങ്ങനെയാണ്, എല്ലാം തപ്പി പിടിച്ചെടുക്കണം. ഇടല്ലേ? ഇത് എവിടെയാ? എല്ലാ ആയുധങ്ങളായിട്ട് ഇത് പിടിക്കണം. ഇത് കൈ കുത്തി ഒരു ശകലം ഒന്ന് കൂട്ടി വെച്ചോളൂ, എന്നാലേ തിളച്ചില്ലല്ലോ. ബബിള് പറഞ്ഞു എണ്ണ തിളച്ചാൻ നോക്കട്ടെ. ചൂടായില്ല ചേട്ടാ. സാധനം അങ്ങ് മാറ്റി. എന്തിന് ചൂടായ
ചെറിയ ശകലം പപ്പടം വേണ്ട. ചൂടായി അങ്ങോട്ട് ഇറക്കി. വാവ്. കുത്തി. ഞാനിവിടെ ഒന്ന് കുത്തി നോക്കട്ടാ. മതിയാ കുത്താൻ തോന്നുന്നു. കുത്താൻ അടുത്ത കുത്തി അതോടെ പിടിച്ച് എന്നാ പിടിച്ച്. അങ്ങനല്ല മക്കളെ, ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ പപ്പടം മാത്രം ഒന്ന് വറുത്ത് കൊടുക്കട്ടെ, ഇല്ലെങ്കിൽ ഒരു എണ്ണയിൽ കൊണ്ട് നേരാണ്. എന്താണ് പറഞ്ഞത്? പലവയൊക്കെ പൊക്കല്ലതൻ പലവൊക്കെ മുട്ടയ്ക്ക് അഞ്ചാറില്ല അതാ പോകുന്നു. ഒരു മുട്ട പൊട്ടിപ്പോയി. അത് വെക്കല്ല, അത് ചൂടാണ്. മുട്ട അവിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ നിങ്ങളാണ് ഇതൊക്കെ പറയാം. മുട്ട എടുത്തോണ്ട് വന്നിട്ടുണ്ട് guys. പൊട്ടാത്ത ഒരു കുത്തി പൊട്ടിക്ക്. എനിക്ക് തണുത്ത വെള്ളം. ഇതെവിടെ ഇടം പൊട്ടിച്ച് മുട്ടയോ? എന്റെ കൈ കരുതുന്നത് എങ്ങനെയുണ്ട് സിദ്ധു കുക്കിങ്ങിന്റെ? കൊള്ളാം. താഴെ തട്ട്. നല്ല എക്സ്പീരിയൻസ്. എവിടെ കൊണ്ടുപോവാണ്? മുട്ട വരുന്നില്ലല്ലോ. മറ്റേ പതുക്കെ പിടി, മുട്ടയാണത്. ആര്? മുട്ടയുടെ അവസ്ഥ ചേട്ടനാ? കെട്ടാൻ ഈ ചോദി കൈ കുറച്ചങ്ങോട്ട് നീ. വെള്ളത്തിലോട്ട്. കൈ തൊടാനാ മുട്ട തൊടാനാ മുട്ടയോ കയ്യോ എന്തെങ്കിലൊക്കെ തോട്. അയ്യോ പതുക്കെ ഇടറാ. ഞാൻ തിരികെ എന്റെ വില അത്രയാ. മുട്ടയിൽ കൊടുത്തു കഴിഞ്ഞാൽ മുട്ട വിലയില്ലാത്ത സാധനമാണ് ഈ മുട്ട. ഓക്കെ യുനോ. കുറച്ച് മുമ്പേ തുണിയിടുന്ന വെള്ളം വീണതാണ് ഇവിടെ അല്ലേ നമുക്കൊരു സൗണ്ട് കേട്ടു. എടുക്കണ അമ്മ എടുത്തോണ്ടിരിക്കണ. വാവ്. ഇതെന്ത് വരാത്തെ? ഞാൻ പ്രായം നടന്നിട്ട് ഡുമുക്കാനൊരു സൗണ്ട് കേട്ടു. അവസ്ഥ ദയനീയ അവസ്ഥ. ആര്? മുട്ട എല്ലാം വെള്ളത്തിൽ പോകും. ആരെ വിട്ടാ? ഒരു മുട്ട വെച്ചാൽ ഇവിടെ എന്ത് കാണിക്കുന്നത് കൊറേ വെള്ളത്തിൽ തൊട്. ആ തണുത്ത വെള്ളത്തിൽ തൊട്. മുട്ടൻ തൊട്ട്. ഒരു മുട്ട വെച്ചോണ്ട് കൊറേ നേരമായി ഇവിടെ നിൽക്കുന്നു. മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അല്ല മുട്ട തോല അടച്ച് വെച്ചിട്ടുണ്ട്. മുട്ടയുടെ അവസ്ഥ കണ്ടോ ഗൈസ്? ഇതെവിടെ ആക്കിയായി അവിടെ താഴെ വെച്ചേരാ. ഇതൊരു കത്തി എടുത്തോളാം. കുഴപ്പമില്ല, അത് മുറിക്കാനുള്ള അങ്ങനെ കിടന്നോട്ടെ. സ്റ്റാർട്ട് ചെയ്യാം. ഇത് അരിയണം ആദ്യം. ആഹാ. അയ്യോ അത് എല്ലാം കൂടി പറിച്ചെടുത്ത്. ഞാൻ ശരിയാവൂല അമ്മ കട്ടി ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റില്ല. ഇനി അതങ്ങാനും പിഞ്ഞു വേണം കൈ ആർക്ക് വെക്കല്. വെരി ഗുഡ്. ഗുഡ് ഗേൾ. കീറ്റ് പിറ്റം അല്ല കീപ്പിറ്റം കീറ്റ് പിറ്റപ്പം. അത് വേണ്ട അത് ലാസ്റ്റ് കറിക്ക് പകരം ഉള്ളി മാത്രമേ കാണുള്ളൂ. വായിടാൻ പക്ഷേ അരിയാണ് എക്സ്പേർട്ടാ. അതൊക്കെ മതിയോ? മുയല് തിന്നണ ഓരോ തിന്നണം. പപ്പട മുട്ട ശരിയല്ലോ. ശരിയായി കുരു പെർഫെക്റ്റ് ആയിട്ട് വന്നു. ഓ പറയണ ആൾ എന്താണ് ആവോ ചെയ്യാത്തത്? ഞാൻ ചെയ്ത് അത്ര പെർഫെക്റ്റ് ആവൂല. അതുകൊണ്ട് ഇത് ബാക്കി ഇടമ്മ ഊരി മാത്രം നല്ല വൃത്തിയാണ്. ഇത് പാറുവിന്റെ മുട്ടയാണ്. എന്തായാലും അത് തോരാൻ പരുവത്തിനാവും. ഇത് പാറുവിന്റെ മുട്ടയാണ്. കണ്ണ പിന്നെ പുറത്തേക്ക് മുട്ട കാണിക്കുന്നത്. മുട്ടകളുടെ അവസ്ഥ ഇങ്ങോട്ട് നോക്ക്. മുട്ടകളുടെ അവസ്ഥ നോക്ക്. അവസ്ഥ ഇങ്ങനെ ഒരു ഇത് മതിയോ സാറിന്? പെർഫെക്ഷൻ. ഇത്ര ചെറിയ മുട്ട വേണം ഒപ്പിച്ച്. ചെറിയ മുട്ട വേണം ഒപ്പിച്ച്. എന്നിട്ട് ആ സൈസ് വെച്ചാൽ അവള് തന്നോടെ എന്താ കൈമൊത്തം മുട്ടായി. അയ്യോ പോയി. മറ്റേ പ്ലക്ക് സാധനം ഇവിടെ അമ്മ. അയ്യോ ഇത് എത്ര മുട്ടയെന്ന് അറിയും.
എന്തോ അത് രണ്ടും കഴിഞ്ഞിട്ടാണ് അമ്മ എന്റെ കൈ കഴിച്ചാ ചട്ടി എടുത്തു തരണേ എത്തി. പാതി പാതിയായിട്ട്. ഇതാണ് എന്റെ ചട്ടി. അതിന് കുറച്ചെണ്ണം ഇതിലോട്ട് ഒഴിക്കാണ് ഗൈസ്. പപ്പടത്തിൽ നിന്ന് എടുത്താത്തൊരു എണ്ണ. പപ്പടം പൊരിച്ച എണ്ണ എത്ര വേണം നമ്മ പറയണേ? മതി. മതി 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 മതി. എണ്ണ ഇത് കത്തിക്കണ്ടേ? അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാം. തീപ്പട്ടിയോടെ അതാണ്. അത് താക്കുമായി ഗ്യാസ് കത്തിക്കുകയാണ്. ഇനി എന്റെ ചട്ടി എടുത്ത് വെക്കാം. കുറച്ച് വെക്കണേ. ഓ കുറച്ച് കുറച്ച് കിട്ടാം. കുറച്ച് കടുക് പൊട്ടിക്കണം. കടുക് എവിടെ? കടുക് ഞാൻ എടുത്തില്ല. കടുക് പൊട്ടിച്ച ഞാൻ ഓടും. ഞാൻ പക്ഷെ ഇടും. ഇത്രയും കടുക് മതിയാ? ഞാൻ ഇടുവേ. അത് ഒന്നും ഇടാനേ ഉള്ളൂ. ഇട്. അതാ എല്ലാം ആ ലാ 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 ലാ. ഒക്കെയാണ് ഞാൻ ഇടും എന്റെ പറഞ്ഞ മതിയാ? പെട്ടെന്ന് അമ്മേനോടെ ഇരിക്കണ തെറി. അമ്മേ കടുക് പോയി. പോയാ കടുക് താഴെ പോയി. അപ്പൊ എന്താ സംഭവിക്കും? അമ്മ നോക്കും. ഇച്ചിരി കൂടി വേണം. കടുക് തറയെ വീണ വഴക്കുണ്ടാകും. യാ ഇന്ന് മിക്കവാറും വഴക്കുണ്ടാകും. ഇപ്പോഴേ മണി 1:15 വെച്ചപ്പോ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കൊണ്ടുവന്നിട്ട് അവള് അത് മൊത്തം താഴെ പോയി. ഫ്രിഡ്ജിൽ നിന്ന് കറിവേപ്പിലയുടെ കറിവേപ്പില ഡപ്പി കാണിച്ചു. അയ്യോ അതാണ് ജ്യൂസ് മറ്റേ ഒഴിച്ചു വെക്കൂലേ? ജ്യൂസോ വെള്ളം അങ്ങനെ. കറിവേപ്പില കറുത്ത് കടു പൊട്ടുന്നുണ്ട് കേട്ടോ. ഇത് ഇടുമ്പോഴാണ് ശരിക്കും പൊട്ടുന്നത്. അത് പൊട്ടി തെറിച്ചിട്ട് കറിവേപ്പില ഇട്ടാ. നെല്ല് 2 വറ്റൽമുളകും കൂടെ എടുത്തോണ്ടെന്ന് വെച്ചേ കയ്യില്. നേർത്ത് കറിവേപ്പില ഇടുമോളൂ. ഇട്. കേട്ടെ ഇവിടെ റെഡി ആവട്ടെ. 2-3 മതിയാ? ഞാൻ ഇട്ട് ഇത് ഇട്ടില്ല വറ്റൽമുളക്. ഞാൻ എനിക്ക് കിട്ടില്ല. നിന്റെ കടുക് പൊട്ടിയതേ ഇല്ല കിട്ടൂട്ടാ. 2 മതിയാ? കേട്ടാ ഇടണം. മുറിക്കണോ? 2 ഇടണം. 2 ഇതാ മതിയാ? അമ്മ കൊള്ളു. ഓക്കെ ഇടയ്ക്ക് കിട്ടാ. എന്തിനാ കുഴപ്പമില്ല. ഓക്കെ. ഓ എന്തോ ഒരു സുഖം. എന്താ താഴെ ശരിയല്ല. പറ്റിയ ക്ഷമിക്കണേ. ചെലവേലെ പുറത്താണ് കയറി ഇരിക്കുന്നത്. വീഴില്ല. ഉള്ളിയിട്ടാ ശരി. ഒരല്പം തീ കൂട്ടിക്കോട്ടെ. ഉള്ളി ഇടും. ഉള്ളി ഇഞ്ചി മുളക് മൊത്തത്തിലാണോ? ഇഞ്ചി ഉള്ളി പച്ചമുളക് ഇതാട്ടാ. കൈ കൊണ്ട് എടുത്തത്. ഇതിവിടെ ആക്കിട്ടെ. കുട്ടിയില്ലല്ലേ മുളക് ഇടട്ടെ. എന്തോ ഒരു സുഖം ഇങ്ങനെയൊക്കെ ഇടുമ്പോ. ഇത് ബ്രൗൺ കളർ ആവണ വരെ ഇളക്കണം. ഇത് ഇങ്ങോട്ട് ചരിയൂലേ? അതാണ് മറ്റേ സംഭവം പിടിക്കുന്നത്. അത് ഒരെണ്ണല്ലേ ഉള്ളൂ. തുണി വെച്ചിട്ടുണ്ട്. അമ്മ കരിയരുത്. ഈ കുറച്ചല്ല. എന്താ ബിരിയാണിയിലെ അതാ ചിക്കൻ കറിയുടെ മണം. ചിക്കൻ കറിയുടെ മണോ? ഏകദേശം ബ്രൗൺ കളർ ആകുമ്പോ പഠിച്ചിട്ടുണ്ട്. നീ ഇടക്കിടക്ക് ഇത് കാണാല്ലേ അമ്മ? എന്റെ കാവിലെങ്കിലും ഒന്ന് പഠിച്ചിട്ട് സൈലന്റായി
അതവള് ആ അമ്മ നോക്കണ്ട. ഇവിടെ കരിഞ്ഞ് കരിഞ്ഞൊന്നുമില്ല. കരിഞ്ഞമ്മ തീ കൂട്ടിയേക്കട്ടാ. തീ കൂട്ടണ്ട. തീ കൂട്ടുക കുറയ്ക്കുക അങ്ങനെ ഇടയ്ക്കിടയ്ക്ക്. ഉള്ളി വേണം നമുക്ക് മാത്രം ഒരു തുള്ളി ഉപ്പ് വേണം കിട്ടും. ഞാൻ ഇടാൻ എനിക്ക് അത്ര മതിയല്ലോ. പിടട്ടെ. പിടിക്കാൻ ഇച്ചിരി പാടുണ്ട്. വേണ്ട വേണ്ട കൊള്ളൂലേ? വേണ്ട. പൊള്ളൂലേ? എന്നാലും ഇഷ്ടപ്പെട്ടു. തുണിയിട്ട് പിടിക്കുമ്പോ ഏതാ നിൽക്കും. ഇത് ചെറുതായിട്ട് ബ്രൗൺ കളർ വരുന്നുണ്ടമ്മ. എന്താകുന്നുണ്ട്. ചെറിയ ആവുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ചെറിയ ചട്ടിയും വലിയ ഇതും നോക്ക് കാണിച്ചു ചെറുതായിട്ട് ബ്രൗൺ ആയില്ലേ? ഞാൻ മാത്രമല്ലേ അതുകൊണ്ട് അവളും കളയുന്നു കേട്ടാ. അതും കളയുന്നു. നല്ല അവളെ രണ്ടെണ്ണം കഴിഞ്ഞ പോകുന്ന പേടിയേ. പിന്നെ മാത്രം എന്താ ആവാത്തത് ഉണ്ട്. കുറച്ചുകൂടെ കൂട്ടാം. എന്തോ ഒരു ഫീല് കുക്ക് ചെയ്തപ്പോ. എത്രയായി? 2 മണി. കുഴപ്പമില്ല. 2 മണിയാകുമ്പോ റെഡി ആവും. പശുക്കളിലല്ലേ കുറച്ചാണ് പിടിച്ചത്. ആ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ഒരു കുഴപ്പം ഇനി അറിയത്തില്ല. മറ്റന്നാൾ കോളി പോകില്ല. നല്ല ബ്രൗൺ ആയില്ലേ? നോക്ക്. നല്ല ബ്രൗണായേ. ഇപ്പൊ എന്ത് ചെയ്യണം? മസാല പൊടികൾ ചേർക്കണം. എന്റെ ആയി പറഞ്ഞതേ ഉള്ളൂ. ആവട്ടെ. പറഞ്ഞേ ഉള്ളൂ. അത് അവന്റെ കുറ്റമല്ല, അടുപ്പിന്റെ കുറ്റമാണ്. അമ്മ നോക്ക്. എന്റെ കാണിച്ചത് മറ്റന്നാൾ സ്കൂളിൽ പോകില്ലേ? നല്ല ബ്രൗൺ ആയത്. തിങ്കളാഴ്ച നമ്മൾ സ്കൂളിൽ പോകില്ല. അപ്പം മന്ത്രി ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കണം. അപ്പഴേ ഞാൻ മസാല ചേർക്കട്ടാ. തീ കുറച്ച് വെച്ചിട്ട് മസാല. മസാല തീ കുറച്ച് വെച്ചിരിക്കണേ. മസാല കുറച്ച് വെക്കുന്നത് ഇത് ഭയങ്കര പാട്. ഭയങ്കര ഇത്. മതി. പിടിക്കാറുള്ളതാണ്. തുമ്പത്ത് വെച്ചാണ് പിടിക്കുക. ശരി, എനിക്ക് പറ്റുന്നില്ല. എനിക്ക് അതേ മതി. ഞാൻ മസാല ചേർക്കട്ടെ. പിടിയത് നേരെ പിടിച്ചായി. പിടിയിൽ പിടിച്ചാ പോരെ? ആ പിടിയിൽ പിടിക്കുമ്പോ ഇതുണ്ട്. എന്തിനാ പിടിച്ചേ? തെറ്റാ പറഞ്ഞു തന്നല്ല ഞാൻ. ഇത് മഞ്ഞപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മുളക്. എനിക്ക് വിടണം. അപ്പൊ നാളെ അങ്ങോട്ട് ആയി പറഞ്ഞല്ലേ. ഓക്കെ കിട്ടുന്നുണ്ടേ. ഇത്രയും നേരം മഴ ഉണ്ടായിരുന്നു. ഇപ്പൊ ഭയങ്കര കാറ്റതോ. എന്റെ അമ്മ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചോ. ചിലപ്പോ അടിപ്പിക്കും. ഓടിക്കോ. ഇതൊന്നും എന്തായി? അച്ഛന്റെ വലിയ കപ്പിലെടുത്തോണ്ടോ. അപ്പൊ എനിക്ക് വയ്ക്കാം. എത്തിച്ചു പോണ്ടല്ലോ. ഇച്ചിരി വെള്ളം പോരെ. അപ്പൊ ഈ ഇതങ്ങോട്ട് ഇങ്ങോട്ട് അറവി കളിക്കണമ്മ. പിടിച്ചു ആര് ഞാനാ? എനിക്കതാ ഇത് പിടിക്കാൻ പറ്റുന്നില്ല. പറഞ്ഞോടത്തണ്ടല്ലേ. ആ തുമ്പത്ത് പിടി. അങ്ങനെ പിടിച്ചാലേ വെള്ളം കിട്ടുള്ളൂ. അങ്ങനെ ഇളക്കുമ്പോഴേ അടി പിടിക്കും. ഒരു ശകലം ഒരു നീളോളം വെള്ളം ഒഴി പറഞ്ഞ അത്ര ഒഴിക്കല്ലേ. കുറച്ച് മതിയാ. ഇത്തിരി ഒരു അല്പം കൂടെ. ഇതുണ്ട്. ബ്രൗണായ അടി പിടിച്ചില്ല. അടി പിടിച്ചില്ല. കഴിക്കണ്ട. എന്താ ബ്രൗണായ? അതാ മസാല ഇട്ടോണ്ടല്ലേ അത് അങ്ങനെ ഇരിക്കുന്നേ. ഒരു 2 സെക്കൻഡ് കൂടെ കഴിയുമ്പോൾ എന്താ ബ്രൗൺ ആവും. ചേട്ടാ നോക്ക് നോക്ക് എന്നെ നോക്ക് നോക്ക്. നല്ല കളറായി. നീ സ്വീഡിച്ചാണ് ഞാൻ പതുക്കെ ചെയ്യാം. അതല്ലേ ഉള്ളൂ. വേണ്ട. ഇത്രയൊന്നുമില്ല. തീ കുറച്ച് വെക്കണേ. ഞാൻ തീ കുറച്ച് തന്നെ വെച്ചിരിക്കണേ. ഇതോട്ട് നാടി മസാല ചേർത്തോ. കുറയ്ക്കട്ടാ തീ.
നീ കുറച്ചിട്ട് മസാല ചേർത്തോ. ഇനി പറയണോ മസാല? അറിയില്ല എന്ത് മസാലയാണെന്ന്. നീ ഇടുന്ന മസാലകൾ എന്തൊക്കെയാണെന്ന് മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി. ഹായ് ഹായ്, ഇന്നത്തെ കുക്കറി ഷോ. വീട്ടിൽ വരാൻ ചർച്ചയ്ക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ എടുക്കുന്നില്ല. വെള്ളം എന്താണ് വെള്ളം വെള്ളം ഒരല്പം വേണം, ഒരു ശകലം, ഒരു ലൂള്. അയ്യാ വെച്ചാ ആറ് തുമ്മല് ചീറ്റല്. ഇതെന്ത് പറ്റേ? ഓക്കെ, നീ കുറച്ച് വെച്ചിട്ട് നീ പപ്പടത്തിൽ നിന്ന് ഒരു 6 പപ്പടം എടുത്ത് പൊടിച്ച് അതിലോട്ട് എന്റെ എത്ര വെള്ളം വേണോ എന്റെ കയ്യിൽ? രണ്ടോ ഞാൻ നല്ല നമുക്ക് ഇളക്കി 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 ഉണ്ടായത് പൊടിച്ചിടണോ? ഇതെങ്ങനെ പൊടിച്ചിട്ടിടോ? കയ്യിലെടുത്ത് പൊടിച്ചിട്ടോ? പൊടിച്ചിട്ട് രണ്ട് കൈ ഉണ്ടാക്കാൻ പൊടിക്കുന്നു. 4, 5, 6. എന്റെ ഉണ്ടാക്കിയാണ് ഞാൻ പൊടിച്ചിട്ടുള്ളത്. ഇത് മൊത്തം വരിട്ടാ തീർച്ചയൊക്കെ പോണമ്മ. സമാധാനമായിട്ട് ചെയ്യും. അപ്പൊ ഇത് ഒരെണ്ണം ലാസ്റ്റ്. എനിക്ക് 6 എടുത്തോളൂ. കുഴപ്പമില്ല. ഇത് എങ്ങനെ ഇളക്കും? സമാധാനായിട്ട് ഇളക്കും, എന്നാലേ അത് പറ്റുള്ളൂ. അത്യാവശ്യം ഒന്നുമില്ല. ഇളക്കിക്കോ. എനിക്ക് വിശക്കുന്നുണ്ട്. അടിയിൽ ഇങ്ങനെ കോരിയിട്. അങ്ങനെ ആരെടുത്ത് അങ്ങനെയെന്ന് പറഞ്ഞേ? അപ്പൊ ഞാനാ ഇങ്ങനെയുണ്ട് അങ്ങനെ. വെള്ളം ഒഴിക്കണോ? നീ മേടിക്കന്നെ. വെള്ളം ഒഴിക്കണോ? വെള്ളം ഒഴിക്കണ്ട. ഇങ്ങനെ തന്നെയാണുള്ളത്, കറിയല്ല. ഇതിന് വെള്ളമില്ലാത്ത റോസ്റ്റ് ചെയ്തെടുക്കണായിരിക്കും. മുട്ടയും പപ്പടവും കൂടെ ഉലർത്ത് നോക്കമ്മ. അടിയിൽ ആര് ഇങ്ങനെ ചടി പാറിന്റെ തെറിച്ചു പോണമ്മ. അത് ഇവിടെ ഈ ചെറിയ ചട്ടിയാണ്ട് പപ്പടങ്ങളെല്ലാം കൂടി തെറിച്ചു പോണ്. ചോരയില്ലേ? മുട്ടയിടണ്ടേ? 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 സോറി. നിങ്ങളിങ്ങനെ എത്ര എണ്ണം? നോക്ക്, ഇത്ര അവക്കും കൊടുക്കണം, ബാക്കി ഞാൻ കൊടുക്കും. അത് ഞാൻ ഇട്ട് തരട്ടെ? അല്ല അങ്ങനെ അതും ചരിക്കാതെ ഞാൻ ഇടുവ എന്റത്. അതൊരു ഞാൻ ഇട്ട് ഇളക്കാം. കണ്ടൂടാ. ഇതെല്ലാം കൂടി ഈ ചെറിയ ചട്ടിയിൽ എങ്ങനെ കൊള്ളും? വലിയ ചട്ടി എടുത്താൽ പോരെ? വലിയ ചട്ടിയില്ല, ഞാൻ ചെറുതായില്ലേ വീട്ടില്. മുട്ട ഇനി ഇളക്കി പൊട്ടിക്കാതെ പതുക്കെ മിക്സ് ചെയ്തത്. ഇത് പൊട്ടിപ്പോവും. മുട്ട ഒരു കുഴപ്പമില്ലല്ലേ? ഒരു കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് കുട്ടി ഇളക്കല്ലേ എന്നാണ് പറഞ്ഞത്. കണ്ടപ്പം തിന്നാനൊക്കെ തോന്നുന്നുണ്ട്. കുക്കറി ആയി. കുറച്ച് മിച്ചറും പൊടി നമ്മാമട്ട കൊഴപ്പുണ്ടോ? ഗ്യാസ് ഓഫ് ചെയ്തോ? മതി, ഇനി കഴിഞ്ഞു. ഓഫ് ചെയ്താ? ഓഫ് ചെയ്തേ? ഇനി എനിക്കുണ്ട. ഓഫ് ചെയ്. ഇല്ലേ, ഇത് ഉപ്പ് കുറച്ച് ഇട്ടിട്ടുള്ളൂ. പിന്നെ പപ്പടത്തില് മുട്ടയുണ്ട്, ഉപ്പുണ്ട്. ഒരു ശകലം എടുത്ത് തിന്നു നോക്ക്. ആരെങ്കിലും നോക്ക്. അമ്മ ലാസ്റ്റ് കഴിക്കാവോ? അമ്മ ലാസ്റ്റ് കഴിക്കാവോ? ഉപ്പുണ്ടോ നോക്കട്ടെ.
ഒരല്പം ഉപ്പ് ഇങ്ങനെ കൊടുക്കണം. കാരണം പപ്പടത്തിന് ഉപ്പുണ്ട്, ഇതിലേക്ക് ഉപ്പുണ്ട്. മുട്ടയ്ക്ക് ഒരു ലേശം, ഒരു ശകലം അത്രയും ഉപ്പ് തന്നെ പറഞ്ഞു മതി. ടേസ്റ്റ് ഉണ്ട് ഗൈസ്, ഇതുവാണ്. ലാസ്റ്റ് ചോറിന്റെ കൂടെ വെച്ച് കഴിച്ച് ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആയി ഗൈസ്. ഷെഫ് ആയി ഷെഫ്. എല്ലാം തറയിലാണ് പോകുന്നത്. ഞാൻ അതുകൊണ്ടല്ലേ ഇങ്ങനെ പതുക്കെ അടുത്തേര് ശരിയാക്കാം. താറാവുണ്ട് കാണാൻ. താറാവോടെ കാണാൻ മതി. ഇന്ത്യ മതി, ഓഫ് ചെയ്തല്ലോ. അപ്പൊ ഇനി നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഓക്കെ. അച്ഛൻ പറഞ്ഞു ചേട്ടൻ സർവ ചെയ്യാണ്. കാണാൻ ഭംഗിയൊക്കെ ആദ്യം പിടിക്കല്ല, ചൂടായിരിക്കും. തൊട്ടാ നന്നായിരിക്കും. എവിടം വരെ ഇടണത് നീ? നടുക്കിട്. അല്ല ഇങ്ങനെ ഇങ്ങനെ നല്ല ഭംഗിയത്തില്ല. സെറ്റ് അവിടെ കൊണ്ടുവെക്കട്ടാ. അഭിപ്രായം പറയണേ. ഞാൻ നേരത്തെ ഇടുമ്പോ ഒരു സുഖം. വെരി ടേസ്റ്റി. ചേട്ടനിപ്പോ തിന്ന് നോക്കരുത്, ചോറിന്റെ കൂടെ കഴിച്ചു. സൂപ്പർ. ഞാൻ ഒരു മുട്ടയും കുരു എടുത്ത് നോക്കി. നമ്മുടെ ഈ ഒരു കറി വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ഡിഷാണ് പാത്രം കണ്ടറിയാം. ഇത് സിദ്ധുവിന്റെ ഡിഷ്. അത് മാറിപ്പോകാതിരിക്കാനാണ് ഈ രണ്ട് കറി വെച്ചിരിക്കുന്നത്. അല്ല, പാത്രം കണ്ടാലും മനസ്സിലാവും ഇത് എന്റെ പാത്രം, വെച്ചാടെ പാത്രം. അപ്പൊ നമ്മൾ എന്നത് അമ്മയുടെ എക്സ്പ്രഷനും കൂടി നമ്മൾ എടുക്കാൻ പോവാണ് ഗൈസ്. അമ്മ ഇരുന്നോളൂ. അമ്മേനെ ആദ്യം എടുക്കണേ. ഇങ്ങനെയുണ്ട്. പൈസ നോക്കട്ടെ. ഒരു കറി മാത്രം മതി. മുളക് ഇരിക്കുന്നു. ചോറായി. അടിപൊളി കിടക്കാച്ചേട്ടം. സൂപ്പർ. ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല ഗൈസ്, ഫ്ലോപ്പ് ആവും. രണ്ടുപേരും കൂടെ അടുക്കള കയറാൻ പറഞ്ഞപ്പം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഫ്ലോപ്പ് ആവുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഇല്ല. നമ്മൾ അടിപൊളി കിടക്കാച്ച ഐറ്റം. എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റ് ആണ്. എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. മക്കളെ കൊണ്ടുണ്ടായി കഴിഞ്ഞാൽ അതിമനോഹരമായിട്ട്, അല്ല അതിഭയങ്കരമായിട്ട് ടേസ്റ്റ് ആണ്. എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റ് ആണ്. നിങ്ങൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടക്കാച്ച വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.